ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ മനസ്സിൽ തോന്നുന്നതൊന്നും തെറ്റാറില്ലടാ. എന്റെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. സീതേട്ടനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും അച്ഛൻ വന്നില്ലല്ലോ മോളെ. എവിടെ പോയാലും അർച്ചനേച്ചി തിരിച്ചു വരും. സേതുവേട്ടൻ മരിച്ച വിവരം അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും വരുമായിരുന്നു. സച്ചിക്ക് പറയാനുള്ളത് അവക്കൊന്ന് കേൾക്കെങ്കിലും ചെയ്യായിരുന്നു. ഒരു തവണ അവളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുപാട് സ്നേഹിക്കുന്നവര് തമ്മിൽ പിണങ്ങിയ ചിലപ്പോ ഇങ്ങനെയാ, പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയില്ല. ആരുടെങ്കിലും പഴയ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിലോ എവിടെയെങ്കിലും കാണും. മനസ്സൊന്ന് തണുത്തു കഴിയുമ്പോ അർച്ചനേച്ചി തിരിച്ചു വരും. അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു ഈശ്വര. ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ മോളെ? എനിക്കറിയില്ല ഈശ്വര. എന്താടാ അവളിപ്പോ എവിടെയാണെന്നോ എന്തായെന്നോ വല്ലതും അറിഞ്ഞോ? അമ്മേ, ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അവള് കാണിച്ചത് അല്പം എടുത്തിയാട്ടം തന്നെയായിപ്പോയി. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കുന്നവളാ. ക്ഷമിക്കാനും സഹിക്കാനും എല്ലാവരോടും എപ്പോഴും പറയുകയും ചെയ്യും. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ അവൾ തോറ്റുപോയി. എടാ, പോലീസുകാർക്ക് ഇതുവരെ ഒരു തുമ്പ് കിട്ടിയില്ലേ? അവരന്വേഷിച്ചോണ്ടിരിക്കുക അമ്മേ. എന്തെങ്കിലും വിവരം കിട്ടിയാ അവര് വിളിച്ചറിയിക്കും. മോനെ, എടാ, പോലീസുകാരുടെ കാര്യല്ലേ? അവരെപ്പോ വരുമെന്നോ എന്തൊക്കെ പറയുന്നോ ഒരു നിശ്ചയില്ല. നീ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വാ. എന്റെ മോനെ, എനിക്കെന്തോ വല്ലാതെ പേടിയാകുക. അമ്മ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല ധൈര്യമുള്ളവളാ നമ്മുടെ അർച്ചന. അവക്ക് ഒരാപത്തും വരില്ല. അങ്ങനല്ല, സേതുവേട്ടനെ കാണാൻ അവൾ ഇതുവരെയും വന്നിട്ടില്ല. സേതുവേട്ടനും അവളും തമ്മിലൊരു ആത്മബന്ധം നിനക്കറിയില്ലേ? സേതുവേട്ടന്റെ എല്ലാ കാര്യം നോക്കിയിരുന്നത് അവളല്ലേ? ഒരാവശ്യം വേണ്ടി വന്ന
എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പിന്നെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും എല്ലാത്തിനും അവളല്ലേടാ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ടും ആ സേതുവിനെ കാണാൻ അവൾ ഇതുവരെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? അവക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാ അല്ലേ? അമ്മേ, അങ്ങനൊന്നും സംഭവിക്കില്ല. എടാ എടാ അരൂപ, നിനക്ക് എന്തറിയാം? നിങ്ങളെ പെറ്റത് ഞാനാ. 10 മാസം നിങ്ങൾ 3 പേരും ഞാൻ വയറ്റി ചുമന്നത്. ജീവൻ എന്റെ വയറ്റിൽ തുടിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങൾ ശ്വസിക്കുമ്പോഴും തിരികെയും പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും എന്തിന് ഒന്നനങ്ങിയ പോലും അത് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതാണ് പൊക്കിൾക്കുടി ബന്ധത്തിന്റെ ബലം. അമ്മയുടെ മനസ്സിൽ തോന്നുന്നതൊന്നും തെറ്റാറില്ലടാ. എന്റെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. എടാ, എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാ. അവൾ ഏതോ ഒരു അപകടത്തില. രക്ഷപ്പെടാൻ വയ്യാത്തതുപോലെ. ചിലപ്പോ അവളൊരു തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ദൈവം. അമ്മ വിഷമിക്കണ്ട. ദേ, ഞാനിപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവളും കുഞ്ഞും എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ചോണ്ട് വരാം. വിഷമിക്കാതെ ഞാൻ പോയിട്ട് വരാം. ഈശ്വര, ദൈവമേ, എന്റെ കുഞ്ഞിന് ഒരാപത്ത് വരുത്തരുത്. കാത്തോടെ അവരെ.